എഴുതിയ വചനത്തിൽ ആമേ സ്തോത്രം. ഇത് ആമേ 2-ാം അധ്യായം 3-ാമത്തെ തിരുവചനം ഒരാൾ ശബ്ദമാക്കി വായിച്ചു. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാൽ അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, സ്വർഗീയ ദൈവം, കരത്തിന്റെ കീഴിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. വായിക്കപ്പെട്ട ദൈവിക വചനം അത് പ്രവർത്തിക്കണം. അത് ജീവനും ചൈതന്യമുള്ളതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കേൾക്കുന്നവന്റെ ജീവിതത്തിൽ അത് ഉള്ളത്തിൽ കടന്ന് ചിലത് സ്തോത്രം ചില തലങ്ങളിലൂടെ കടത്തിവിട്ട് പ്രവർത്തിക്കണമെന്ന് അതിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം വചനത്തിന് ഇടപെടുവാൻ സഹായിച്ചാട്ട് യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വായിക്കപ്പെട്ട ദൈവിക വചനം നമ്മൾ ഇതിനു മുമ്പും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വചനം ജീവനും ചൈതന്യമുള്ളതാണ്. സ്തോത്രം. അത് എപ്പോൾ വചനം എടുത്താലും അതിനൊരു പുതുക്കമുണ്ടാകും. സ്തോത്രം. ഒരേ വചനം തന്നെ എത്ര വട്ടം എടുത്താലും അതിനൊരു പുതുമ ഉണ്ടാകും. അതുകൊണ്ടിട്ടാണ് ഇതിന് ജീവനുണ്ട് എന്ന് പറയുന്ന കാര്യം. സ്തോത്രം. പ്രത്യേക തലത്തിലൂടെ ഈ വചനം ഇടപെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം. അവിടെ സ്തോത്രം 6 കാര്യങ്ങൾ അവിടെ വിളിച്ചു പറയുന്നുണ്ട്. അവരുടെ ഒറ്റ വാക്കിൽ പറയുന്നത് ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായിട്ട് കാത്തിരിക്കണം, അത് വരും നിശ്ചയം താമസിക്കുകയില്ല. 6 കാര്യങ്ങളാണ് അവരൊറ്റ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. അതിനായിട്ട് നീ കാത്തിരിക്കണം. നമുക്ക് ആ വചനം വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അവിടെ സ്തോത്രം പറയുന്നത് അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല, അത് സമയം തെറ്റുകയുമില്ല, അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കും. സ്തോത്രം. കർത്താവിന്റെ പദ്ധതികൾക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ നിന്ന് സ്തോത്രം നാം കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് പകൽക്കാലവും ദൈവം അതിൽ നിന്ന് ഇടപെടുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. പരസ്പരം നമ്മൾ ഓർക്കുമ്പോഴൊക്കെയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച സ്തോത്രം തമ്മിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്തോത്രം. അത് ഏറെ അനുഗ്രഹമാണ്. കൂട്ടായ്മ ബന്ധത്തിന് അത് ശക്തി പകരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കൽ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സ്തോത്രം 2 വ്യക്തികളെ അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ളവരും സ്തോത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരും സ്തോത്രം ദൈവത്തോട് അടുത്തിരിക്കുന്നവരുമായ ഒരു ദമ്പതികളെ കുറിച്ച് അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചില വിഷയങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യുക? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം സുവിശേഷ അല്ലെങ്കിൽ ദൈവവേല ചെയ്യുന്ന ഒരു പുരോഹിതനാണ് ആര്? സക്രിയാവ്. സ്തോത്രം. അവരുടെ ഉള്ള മുഴുവനും അവർ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല? ലഭിച്ചിട്ടില്ല. പക്ഷെ അവർ പ്രാർത്ഥന നടത്തിയോ? സ്തോത്രം. ഏറെ നമുക്ക് അവിടെ ചിന്തിക്കുവാൻ കഴിയുന്നത് സ്തോത്രം ശരിക്കും അവർക്ക് അത് കൊടുക്കേണ്ടതായിരുന്നല്ലോ ഇതിനു മുമ്പ്, അല്ലേ? സ്തോത്രം. അവരെ കുറിച്ച് പറയുന്നത് 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം. അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു.
അപ്പോൾ ആമേൻ സ്തോത്രം, നമ്മൾ വായിച്ചത് ദൈവത്തിന്റെ സന്നിധിയിൽ അവർ നീതിയുള്ളവരാണ്, വചനത്തിൽ സകല അനുഭവത്തിലും അവർ ക്രമപ്പെട്ടിരിക്കുന്നവർ. അതാണ് ആ വചനത്തിൻ്റെതായ അനുഭവം. രണ്ടുപേരും കേട്ടോ, ഒരാളല്ല, രണ്ടുപേര്. അപ്പോൾ ഇത് ശരിക്കും ദൈവം അവർക്ക് കൊടുക്കേണ്ടതല്ലേ? സ്തോത്രം. പിന്നെ എന്തുകൊണ്ടാണ് വൈകിക്കുന്നത്? ഒരവധി വെച്ച് നീ പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ ലഭിക്കണമെന്നില്ല. ദൈവത്തിന്റെ പദ്ധതികൾക്കായിട്ട് നീ താഴ്ന്നിരിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പക്ഷേ കറക്റ്റായിട്ട് നീ ഓടുന്നവരായിരിക്കാം, കൃത്യമായിട്ട് നീ പാലിക്കുന്നവരായിരിക്കാം. നിന്റെ ഉള്ളിൽ നിരാശപ്പെട്ടു പോകുന്നത്. അമ്മ രണ്ടുപേരെ കുറിച്ചും സാക്ഷ്യം പറയുന്നത്, രണ്ടുപേരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന് സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കൃത്യത പാലിക്കുന്നവരുമാണ്. അമ്മ സ്തോത്രം. പക്ഷെ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല? അവർ പ്രാർത്ഥിക്കുന്ന വിഷയം അവർക്ക് ലഭിച്ചിട്ടില്ല. ഒരു അവധി വെച്ച് ദൈവം, അല്ലെ? അമ്മ ചിലതൊക്കെ അങ്ങനെ, അല്ലെ? സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതികൾക്കായിട്ട് നീ പ്രാർത്ഥിച്ചുകൊള്ളണം. അമ്മ സ്തോത്രം. കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് നീ പ്രാർത്ഥിച്ചുകൊള്ളണം. അമ്മ സ്തോത്രം. എനിക്ക് ഇപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞ് നീ ശഠിക്കരുത്. അമ്മ സ്തോത്രം. ആമേ ദൈവമേ, നിന്റെ ഹിതം എന്താണോ അത് എന്റെ ജീവിതത്തിൽ എന്നാണ് മറിയ പറഞ്ഞത്. അമ്മ സ്തോത്രം. അമ്മേ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. സ്തോത്രം. അമ്മേ, ഇവിടെ രണ്ടുപേരും നല്ല നിലവാരത്തിൽ കർത്താവിന്റെ വേല ചെയ്തു പോരുന്നവർ. ആമേ സ്തോത്രം. അമ്മേ, അവർക്ക് ഒരു കുഞ്ഞിന്റെ ആവശ്യം, അമ്മ ഒരു മകൻ മകളോ ഇല്ല. അമ്മ സ്തോത്രം. രണ്ടുപേരും അതിനായിട്ട് പ്രാർത്ഥിക്കുക. അമ്മ സ്തോത്രം. എത്ര പേര് അമ്മ വിഷയങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്? അമ്മ സ്തോത്രം. ലഭിക്കാതെ ആമേ നിരാശപ്പെട്ടു പോകരുത് കേട്ടോ. അമ്മ സ്തോത്രം. കർത്താവിന്റെ വചനം അങ്ങനെ പറയുന്ന പല ഇടത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അമ്മ സ്തോത്രം. വിഷയങ്ങളുടെ നടുവിൽ അവർ താഴ്ന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു പക്ഷെ അപ്പോൾ തന്നെ കൊടുത്തിട്ടില്ല. അമ്മ സ്തോത്രം. ദൈവം ഒരു ചെറിയ അവധിക്ക് വെക്കും. പലയിടത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്നേ എടുത്ത് അങ്ങോട്ട് കൊടുക്കത്തില്ല. അമ്മ സ്തോത്രം. അവനെ ഒന്ന് പരിശോധിച്ച് ഒന്ന് നോക്കും. അമ്മ സ്തോത്രം കൃത്യമാണോ അല്ലയോ? അമ്മ സ്തോത്രം കൊടുക്കുവാൻ സമയമായോ? അമ്മ സ്തോത്രം. ഇന്ന് നോക്കിയിട്ട് ദൈവം ചെയ്യത്തുള്ളൂ. ഈ വചനം വായിച്ചപ്പോൾ ദർശനത്തിന് അവൻ ഒരു അവധി വെച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അമ്മ സ്തോത്രം. ഇത് അമ്മ സ്തോത്രം. അത് സമയം തെറ്റിപ്പോകുന്നത് നമുക്കാണെപ്പോഴും സമയം ആയല്ലോ, എന്താണ് ലഭിക്കാത്തത് എന്നൊക്കെ നമുക്കാണ് തോന്നുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആ പദ്ധതികൾക്ക് അവന്റെ ആ സമയവും ആകാത്തത് കൊണ്ടുമാണ് ലഭിക്കാത്തത്. അല്ലെങ്കിൽ ആ സ്തോത്രം. അവയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രണ്ടുപേരും ഒരുപോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീഴ്ചയൊക്കെ വരാൻ സാധ്യത, അല്ലെ? ഇവിടെ രണ്ടുപേരെ കുറിച്ചും കൃത്യമായിട്ട് ആത്മാവ് പറയുന്നത് രണ്ടുപേരും കൃത്യമാണ്. അമ്മ സ്തോത്രം. അപ്പോൾ അമ്മ സ്തോത്രം. കരം കോർത്താൽ അമ്മ സ്തോത്രം വിടിവിക്കുവാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ ആ കാര്യമോടെ സാധിക്കുമെന്ന് തിരുവചനം പറയുന്നു, അല്ലെ? രണ്ടുപേർ ഐക്യമത്യപ്പെടുന്നതിന്റെ നടുവിൽ ദൈവം അത് ചെയ്തു കൊടുക്കുവാൻ പ്രാപ്തനാണ്, ശക്തനാണ്, അവൻ അതിന് യോഗ്യനാണ്. അവൻ സ്തോത്രം. എന്നിരുന്നാലും ഇവർക്ക് അത് എന്ന് ചെയ്തിട്ടില്ല. എന്താ കാരണം? എന്താണ് കാരണം? അതിന് കാരണം കാണണ്ടേ? അവൻ സ്തോത്രം. ദൈവസന്നിധിയിൽ അവൻ സ്തോത്രം. നമ്മൾ പറയുന്ന ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്, ഒരു അവധിയാണ്. അവൻ പലപ്പോഴും ഈ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പോലും യഥാർത്ഥമായ വിശ്വാസത്തോടെ കൂടിയല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവൻ ദൂതൻ ഇറങ്ങി തന്നോട് സംസാരിച്ചിട്ടും താൻ ചോദിക്കുന്നു, ഇത് എങ്ങനെ? ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ സ്തോത്രം. അവർ ന്യായങ്ങളിലും അമ്മേ പ്രവർത്തികളിലും ഒക്കെ കൃത്യമാണ്. അമ്മ സ്തോത്രം. അമ്മേ സ്തോത്രം. അമ്മേ ദൈവത്തിന്റെ സന്നിധിയിൽ അമ്മേ കൽപ്പന പ്രകാരം നിൽക്കുന്നവരാണ്. അമ്മേ സ്തോത്രം. വിധി ന്യായങ്ങളിലൊക്കെ കൃത്യമാണ്. അല്ലെങ്കിൽ സ്തോത്രം. പക്ഷേ സക്രിയാവിനോട് ദൂതൻ ഇടപെട്ടത് അമ്മേ സക്രിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് വിടുതലായി. അമ്മേ സ്തോത്രം. പക്ഷെ താൻ ചോദിക്കുന്നത് ഇത് എങ്ങനെ? ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. വിശ്വാസത്തിന്റെ
ആ പരിശോധന വെളിപ്പെടുമ്പോൾ ആമേൻ സ്തോത്രം ഒരല്പം ചെറിയൊരു ഷോർട്ടേജ് അവിടെ കാണില്ല. ആമേൻ സ്തോത്രം. താൻ പറയുന്നു ആമേൻ സ്തോത്രം ഇതെങ്ങനെ വിശ്വസിക്കും? ആമേൻ സ്തോത്രം. നോക്കിയാട്ടെ ആമേൻ ഇതിന്റെ ആ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടു വരുന്ന സമയത്ത് തന്റെ ആ സംസാരത്തിൽ ആമേൻ സ്തോത്രം ദൂതൻ പറയുന്നു ഇത് സംഭവിക്കും വരെ നീ എന്ത് ചെയ്യത്തില്ല, നീ സംസാരിക്കത്തില്ല. ചില വിഷയങ്ങളുടെ മധ്യത്തിൽ അങ്ങനെ ചില സംഭവങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, ചില വിഷയങ്ങൾക്ക് നിൽക്കുന്നവരാണ്. ലഭിക്കേണ്ട സമയം വരുമ്പോൾ നീ തെറ്റിയാൽ ഒരു പക്ഷേ അതിന് ചില പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. സ്തോത്രം. അതിൻ്റെതായ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അവൻ കടന്നു വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരുങ്ങിയിരിക്കുക. അപ്പോൾ സക്രിയാവിനെ വിളിക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ സ്തോത്രം അവൻ കർത്താവിന്റെ സന്നിധിയിൽ അവൻ ഉറപ്പോടുകൂടി ഇരിക്കട്ടെ. സ്തോത്രം. നിന്റെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. അതിശക്തന്മാരായ സ്തോത്രം രണ്ട് വ്യക്തികളാണ് ദൈവസന്നിധിയിൽ എടുത്തു പറയുന്നത്. സ്തോത്രം. ഭാര്യയും ഭർത്താവും ഒരുപോലെ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ. ഹല്ലേലൂയ. പക്ഷേ അവൻ ലഭിക്കുവാൻ, കൈനീട്ടി വാങ്ങിക്കുവാൻ, അവൻ കൊടുക്കുവാൻ ഒരുക്കപ്പെട്ടപ്പോൾ അവൻ ചോദിക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കും? അവിശ്വാസം മാറ്റി. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതികൾ കൃത്യസമയത്ത് നിനക്കത് ലഭിക്കും. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. അവൻ തരാമെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ട് അവൻ നൽകി തരും. സ്തോത്രം. പക്ഷേ അവന്റെ പദ്ധതികൾ സ്തോത്രം അതിനായിട്ട് നീ വാഞ്ചിച്ചു കൊള്ളണം. സ്തോത്രം. എന്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. അത് ഏത് സമയത്താണെങ്കിലും ഞാൻ അതിനായിട്ടിരിക്കുന്നു. നിശ്ചയമായും ദൈവം പറയുന്ന സമയത്താണ് നിനക്ക് ലഭിക്കും. അത് നിന്റെ ഉള്ളം ചഞ്ചലിച്ചു പോകരുത്. കർത്താവിന്റെ സന്നിധിയിൽ അവിശ്വാസം പൊങ്ങരുത്. അത് പലപ്പോഴും അതിന് മാറ്റം വരുത്താം. സ്തോത്രം. ഈ അവിശ്വാസം പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ മാറിപ്പോയേക്കാം. സ്തോത്രം. അതിന്റെ ഒരു താല്പര്യമാണ് ഈ ലോക്കോസിന്റെ സുവിശേഷത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. ഇത് ലഭിക്കും വരെയും തന്റെ പിതാവായ സക്രിയാവിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സംസാരിക്കുവാൻ പറ്റില്ല. ഒരു ചെറിയൊരു ശിക്ഷ കൊടുത്തു അല്ലെ? സ്തോത്രം. ദൂതൻ ആരാണോ കടന്നു വന്നത്? ആമേൻ. പ്രധാന ദൂതന്മാരായ രണ്ടിൽ ഒരാളാണ് കടന്നു വന്നത് അല്ലെ? മിഖായേലും ഗബ്രിയേലും പ്രധാന ദൂതന്മാരെന്ന് തിരുവചനം ഉറപ്പിക്കുമ്പോൾ അതിലൊരുവനാണ് കടന്നു വന്നിരിക്കുന്നത്. എപ്പോഴും ഗബ്രിയേൽ കടന്നു വരുന്നത് സ്തോത്രം നല്ല നല്ല വർത്തമാനങ്ങൾ അറിയിക്കുവാൻ അല്ലെ? സ്തോത്രം. മിഖായേൽ അങ്ങനെ എപ്പോഴൊന്നും വരാറില്ല. സ്തോത്രം. തന്നെയാണ് എപ്പോഴും നിയോഗിക്കുന്നത്. പലയിടത്തും മറിയയുടെ അടുത്ത് ഗബ്രിയേൽ വന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ ആയിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സക്രിയാവിന്റെ അടുക്കൽ കടന്നു വന്നു. തന്നോട് പറഞ്ഞത് തനിക്ക് വിശ്വസിക്കുവാൻ സാധിച്ചു. നമ്മുടെ അവിശ്വാസം നമ്മുടെ വിഷയങ്ങൾക്ക് നീക്കം വരുവാനിടയായിത്തീരും. സ്തോത്രം. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്ന ദൈവജനമേ, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. നീ എന്ത് ചെയ്യണം? അതിനായിട്ട് കാത്തിരിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതികൾ എപ്പോഴാണ് നീ അതിനായി കാത്തിരിക്കണം. നിന്റെ ഹൃദയം ക്ഷീണിച്ചു പോകരുത്. സ്തോത്രം. വൃത്തിയെ വിളിച്ചു പറയുന്നു. നീ കടലിന്റെ മോഹനിൽ ചെന്ന് നോക്കണം. എന്തെങ്കിലും അവൻ അതിനായിട്ട് ആശ്രയിച്ചുകൊണ്ടിരിക്കണം. കർത്താവിന്റെ മുമ്പാകെ
അതിനാൽ തന്നെ പ്രാർത്ഥിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നിശ്ചയം ഇത് മാറിപ്പോകത്തില്ല. ആമേൻ. സമയം തെറ്റുകയുമില്ല. ആമേൻ. നമുക്കാണ് എപ്പോഴും സമയമായെന്ന് തോന്നുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെതായ സമയത്തിന് ലഭിക്കത്തക്കവണ്ണം നീ പ്രാർത്ഥിക്കട്ടെ. ആമേൻ. സ്തോത്രം. ധൃതിയുണ്ട്, നമുക്ക് ധൃതി ഉണ്ടാവും. നമുക്ക് എപ്പോഴും സ്പീഡാണ്, നമ്മളൊക്കെ സ്പീഡുള്ളവരാണ്. ഇപ്പോൾ 4G 5G അല്ലെ 8G ഒക്കെയാണ് മിലിറ്ററിക്കാരൊക്കെ ഉപയോഗിക്കുന്നത്. ആമേൻ. സ്തോത്രം. നമ്മളെപ്പോഴും നെക്കിയാൽ ഉടനെ ലഭിക്കണ ആള് അല്ലെ. സ്തോത്രം. ഇങ്ങനെ റൗണ്ട് അടിച്ചിരിക്കാൻ നമുക്ക് ഇഷ്ടമല്ല. സ്തോത്രം. അപ്പൊ തന്നെ കൂടിയ ഇനം നമ്മൾ ചാർജ് ചെയ്യും. എന്താണ്, നമുക്ക് ഉടനെ നെറ്റിൽ കയറി ഉടനെ നമുക്ക് കിട്ടണം. ആമേൻ. സ്തോത്രം. നമ്മൾക്ക് സ്പീഡുള്ളവര്. ആമേൻ. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ അവനൊന്ന് നോക്കിയിട്ട് തരത്തുള്ളൂ. ആമേൻ. സ്തോത്രം. നിനക്കെപ്പോഴും ധൃതിയാണെന്ന് വിചാരിച്ച് ദൈവം തരണമെന്നില്ല. ആമേൻ. സ്തോത്രം. അവന്റെ അസമയത്തിന് നീ താഴ്ന്ന് അതിന് കാത്തിരിക്കണം. ആമേൻ. ആമേൻ. സ്തോത്രം. ആമേൻ. അപ്പോഴാണ് അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ട് നിനക്കത് നൽകി തരുന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്. ആമേൻ. സ്തോത്രം. അവന്റെ ആ സമയത്തിന് നീ താഴ്ന്നിരിക്കണം. എന്നെ കുറിച്ച് എന്റെ കുടുംബത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിന്നോട് തെക്കോട്ട് പോകാൻ പറഞ്ഞു, വടക്കോട്ട് പോകരുത്. ആമേൻ. ആ വഴിയിലൂടെ തന്നെ നീ പോകണം. ഏത് വിഷയത്തിന്റെ നടുവിലാണ് നിലനിൽക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതി അതിനെ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു കൊള്ളണം. നിശ്ചയമായ അതിനൊരു പോക്കുവഴി തരുന്നത് ദൈവത്തിന്റെ ആളാണ്. ഞാൻ നിങ്ങളെ ചേരുന്നതാണ്. അവൻ ദൈവത്തിന്റെ കരുത്തിന്റെ കീഴെ സമർപ്പിച്ചു കൊള്ളണം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമ്മളെ ദൈവം കാണുന്നത് സ്തോത്രം അവന്റെ സ്തോത്രം സേവ ചെയ്യുന്ന അല്ലെങ്കിൽ അവന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അവന്റെ പടയാളികളാണ്. സ്തോത്രം. അപ്പോൾ നമ്മളെ സ്തോത്രം വിളിച്ചിരിക്കുന്നവൻ അവന് പ്രസാദകരമായ ഒരു അനുഭവം ചെയ്യേണ്ടതല്ലേ. സ്തോത്രം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് സ്തോത്രം നമ്മളെ വിളിച്ചവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളി അവന്റേതായ ജീവിതത്തിലേക്ക് നോക്കുന്നില്ല. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതികൾക്കായി അവന്റെ അരുളപ്പാടിനായി അവൻ പറയുന്നത് പോലെ സ്വന്തം പ്രവർത്തിക്കുവാൻ ഒരു പടയാളി മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം നമുക്കുള്ളതല്ല. സ്തോത്രം. നാം അവന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. സ്തോത്രം. വിളിച്ചു വേർതിരിച്ച ജനമല്ലേ. സ്തോത്രം. നമ്മൾ വിളിക്കാതെ വന്നതാണോ? അവൻ വിളിച്ചു വേർതിരിച്ചതാണ്. അപ്പോൾ അവന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണെങ്കിൽ അവന്റെ ഇഷ്ടത്തിനൊത്തവൻ ഓടേണ്ടവരാണ്. സ്തോത്രം. നമ്മുടെ ഇഷ്ടത്തിന് അവിടെ പ്രാധാന്യമില്ല. സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം കരത്തിന്റെ കീഴിൽ താഴ്ത്തിക്കൊള്ളണം. സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം ലാസർ അവിടെ മരിച്ചു അടക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. ലാസർ എന്ന് പറഞ്ഞവൻ മരിച്ച് അടക്കപ്പെട്ടിരിക്കുക. ഗുഹയിൽ അല്ലെങ്കിൽ ഒരു കല്ലറയിൽ തന്നെ അടക്കം ചെയ്തു വെച്ചിരിക്കുക. പക്ഷേ യേശു ഇത് എങ്ങനെ അറിഞ്ഞു? നാളുകൾക്ക് മുമ്പേ യേശു അറിഞ്ഞു. സ്തോത്രം. ലാസർ ദീനമായിട്ട് കിടക്കുന്നു എന്ന് സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? യേശു എന്തുകൊണ്ടാ വരാഞ്ഞത്? യേശു വന്നില്ല. ഈ സംഭവം അറിഞ്ഞതല്ലേ യേശു. സ്തോത്രം. ലാസർ ദീനമായി കിടക്കുന്നു എന്ന് യേശു അറിഞ്ഞ, ദൂരത്ത് നിന്ന് അറിഞ്ഞ സ്തോത്രം നാഴികകൾ സ്തോത്രം ദൂരമുള്ള ഒരു ഭാഗത്തിലും തനതറിഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവൻ എന്ത് ചെയ്തിരിക്കുന്നു? ദീനമായിട്ട് കിടക്കുന്നു. സ്തോത്രം. യേശു കടന്നു വന്നില്ല. സ്തോത്രം. കാരണം അവനൊരു സമയമുണ്ട്.
ആമേൻ സ്തോത്രം യേശുവോട് പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം ഈ ദീനം എന്തിനല്ല? മരണത്തിനായിട്ടല്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവൻ ഒന്ന് വെച്ചിട്ടുണ്ട്. അവൻ തക്ക സമയത്ത് അവൻ പുറത്തെടുത്തവൻ ശക്തനായ ഒരു വ്യക്തി. അവൻ പറയുന്നവരെ അതവിടെ നിൽക്കുമ്പോ തന്നെ ആമേൻ സ്തോത്രം കാനാവിലെ കല്യാണത്തിന് ആമേൻ സ്തോത്രം മറിയ പറയുന്നു വീഞ്ഞ് തീർന്നു പോയി. ആമേൻ സ്തോത്രം. യേശു പറയുന്നു എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. ആമേൻ സ്തോത്രം. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. ആമേൻ സ്തോത്രം. ആവശ്യം അറിയുന്ന ആമേൻ സ്തോത്രം മറിയ പറയുന്നു. ആമേൻ സ്തോത്രം യേശു ആമേൻ സ്തോത്രം. ആമേൻ ഇന്ന് ആമേൻ പകലിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആമേൻ സ്തോത്രം തന്റെ സമയത്തിന്റെ പ്രവേശിച്ചു കൊടുക്കും. അവൻ തന്റെ സമയത്തിന് അവൻ നിലനിൽപ്പിക്കുന്ന അഭിഷേകത്തിന് അവൻ പ്രവർത്തിച്ച ബാല്യക്കാരല്ലാതെ അറിഞ്ഞില്ല. യേശു പറയുന്നു ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കണം. എപ്പോൾ? യേശു പറയുമ്പോൾ. അവന്റെ സമയമാണ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ പദ്ധതികളെ അറിഞ്ഞ് പ്രവർത്തിക്കട്ടെ. ആമേൻ സ്തോത്രം. അതിനായിട്ട് നീ താഴ്ന്നിരിക്കട്ടെ. ആമേൻ സ്തോത്രം. പച്ചവെള്ളം അവൻ ആ കൽപാത്രത്തിൽ നിന്ന് അതിന്റെ രൂപം മാറ്റിയെടുക്കണം നമ്മുടെ കർത്താവ്. നിലവാരങ്ങൾ മാറ്റുന്ന ദൈവം അവിടെ കടന്നു വന്നിട്ടുണ്ട്. ആമേൻ സ്തോത്രം. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത് ആമേൻ സ്തോത്രം അവൻ പറഞ്ഞപ്പോൾ കൊണ്ടുപോയി. അതിനെ ഓർക്കുന്ന കാര്യമുണ്ടോ? ആമേൻ സ്തോത്രം. അതില്ലല്ലേ അവൻ ഏത് പറഞ്ഞതിന് ശേഷം നീ ചെയ്തോ അതിനൊരു വിടുതലാണ്. കർത്താവിന്റെ ഇടപെടലിന് ശേഷം നീ പ്രവർത്തിച്ചോ അതിനൊരു മാറ്റം വന്നിരിക്കോ. അതിന്റെ ദൈവത്തിന്റെ പദ്ധതികൾക്കായിട്ട് നീ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആമേൻ സ്തോത്രം കല്ലറകൾക്കുള്ളിൽ ആമേൻ സ്തോത്രം ആയിരിക്കുന്ന ആമേൻ സ്തോത്രം ലാസർ. ആമേൻ സ്തോത്രം. ആമേൻ 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 എടുത്തോട്ടെ. ഹല്ലേലൂയ. കല്ലറകൾക്കുള്ളിൽ ആമേൻ സ്തോത്രം അടച്ചു വെച്ചിരിക്കുന്ന ലാസർ ആമേൻ സ്തോത്രം പറയുന്നത് അവൻ ദീനമായി കിടക്കുന്നു എന്ന് യേശു അറിഞ്ഞു. ആമേൻ 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. ഹല്ലേലൂയ. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ഈ ദീനം അവന് മരണത്തിനായിട്ടല്ല. പക്ഷെ യേശു അറിഞ്ഞു. ആമേൻ സ്തോത്രം. അവൻ മരിച്ചു. ആമേൻ സ്തോത്രം. ലാസർ മരിച്ചു. ആമേൻ സ്തോത്രം. ആമേൻ താൻ പറയുന്നു നമുക്ക് എങ്ങോട്ട് പോകാം? ലാസറിന്റെ അടുക്കിലേക്ക് പോകാം. അപ്പോൾ ശിഷ്യൻ പറയുകയാണ്. ആമേൻ. ശിഷ്യന്മാർ അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്. അവന്റെ കൂടെ മരിക്കാൻ വേണ്ടി നമുക്കും പോകാം. കാരണം എന്താ? ഏതായാലും അവിടെ ചെല്ലുമ്പോൾ തല്ലി കൊല്ലും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആമേൻ സ്തോത്രം. കാരണം ഇത്രയും ദിവസം യേശുവിനോട് പറഞ്ഞിട്ട് യേശു പോയില്ല. മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഉറപ്പായിട്ട് അടി കിട്ടാതിരിക്കത്തില്ല. ആരാണ് പറയുന്നത്? ശിഷ്യന്മാരോട് പറയുന്നത് അവന്റെ കൂടെ മരിക്കാൻ വേണ്ടി നമുക്കും അവന്റെ കൂടെ പോകാം. ആ പോകുന്നവന്റെ കാര്യത്തിൽ തീരുമാനമായി. കൂടെയുള്ളവരെയും അവരെന്ത് കൊല്ലും അടിക്കുമെന്നാ പറയുന്നത്. അത് ഉറപ്പുള്ള കാര്യം. അവനെ ഉറപ്പിച്ചു. പക്ഷെ യേശു പറയുന്നത് ഞാൻ അവനെ ഉണർത്താൻ പോകും. അവന്റെ പദ്ധതികൾക്ക് ആമേൻ സ്തോത്രം ആമേൻ ചെവി കൊടുക്കുവാൻ എത്ര പേര് ഒരുക്കപ്പെട്ടു.
അമ്മ സ്തോത്രം. ആമേ ജീവനില്ലാത്തതാണെങ്കിലും അവൻ പൊക്കിയെടുക്കും, മരിച്ചതാണെങ്കിലും പൊക്കിയെടുക്കും. ആമേ സ്തോത്രം. കുറെ വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും അവൻ വീണ്ടും പൊക്കിയെടുക്കും. ആമേ സ്തോത്രം. പറഞ്ഞിരിക്കുന്നവൻ വിശ്വസ്തനാ. മരിച്ചു കിടക്കുന്ന വിഷയമാണെങ്കിൽ അവൻ ജീവൻ കൊടുക്കുവാൻ സാധിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ വിഷയത്തിന്റെ നടുവില് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും സാധിക്കും. ഈ ഒരു പക്ഷേ ഉപേക്ഷിച്ചിരിക്കണം. അമ്മ സ്വന്തം അമ്മ പല വട്ടമായാലും പറഞ്ഞിട്ട് ഇതുവരെ സാധിച്ചില്ലല്ലോ. ദൈവം വിട്ടുകളയട്ടെ. അമ്മ സ്വന്തം 4 ദിവസം കഴിഞ്ഞതാ, 4 ദിവസം അകത്തിരിക്കുന്നതാ. പക്ഷേ യേശു പറയുന്നത് ഞാൻ അവനെ ഉണർത്താൻ പോവുകയാണ്. ശിഷ്യന്മാര് പറയുന്നത് അവന്റെ കൂടെ. ആമേ സ്തോത്രം. അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ആമേ സ്തോത്രം. 11-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ആ ആ പോകാം എന്ന് പറഞ്ഞു. ആ പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് നാം പോകാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ആരാണ് പറഞ്ഞത്? ദിദിമോസ് എന്ന് പറഞ്ഞ തോമസ് പറയുകയാണ്. എന്തെന്നാണ് പറഞ്ഞത്? അവനോടുകൂടെ മരിക്കേണ്ടതിന്. അപ്പൊ തീരുമാനം ഉറപ്പിച്ചത് ആമേൻ സ്തോത്രം. എന്താണ്? അടി കിട്ടി നമ്മളെല്ലാവരും മരിക്കും. ആമേൻ സ്തോത്രം. പക്ഷേ അവിടെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നു. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ആമേൻ പദ്ധതികളെ തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ സ്തോത്രം. അകത്തുള്ള വിഷയമാണെങ്കിലും ആമേൻ സ്തോത്രം ജീവൻ അറ്റുകിടക്കുന്നതാണെങ്കിലും അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. ആമേൻ സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നീ ആദ്യമായിട്ട് കാത്തിരിക്കട്ടെ. സമയം തെറ്റത്തില്ല. ചില ജീവനില്ലാത്തതിനെ ജീവൻ വെക്കുക. അവൻ പുറത്തിറങ്ങുന്ന ദിവസങ്ങൾ നിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കിയായിരുന്നു. എന്നാലും അവനിവിടെ കടന്നു വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവരുടെ കടന്നൊരു സാധാരണ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. അവന്റെ സ്തോത്രം. യേശു പറയുന്ന ഞാൻ അവനെ ഉണർത്താൻ പോവുകയാണ്. ചിലതൊക്കെ എഴുന്നേറ്റ് വരും. അവനൊന്ന് ഇടപെട്ടാലുണ്ടല്ലോ, അവൻ ഇടപെട്ടാൽ അവൻ സ്വതചലനം മറ്റത് എഴുന്നേൽക്കും. അവൻ ഇടപെട്ടാൻ ശ്വാസമില്ലാത്ത സ്വാതന്ത്ര്യം വരും. അവൻ ഇടപെട്ടാൽ ചിലരെ യെഹെസ്കേൽ പ്രവചനത്തിൽ അസ്ഥിക്കുമ്പാരത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകന് സംശയമാണ്. ആമേൻ സ്തോത്രം. ആമേൻ. പ്രവാചകനോട് ചോദിക്കുന്നു, യെഹെസ്കേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? തന്നെ ആമേൻ ചുറ്റിച്ച് നടന്നു അല്ലേ? അവിടെ കാണാൻ സാധിക്കുന്നത് അസ്ഥിക്കുമ്പാരത്തിന് നടുവിലെതിരെ അവനെ ചുറ്റിച്ച് നടത്തി ഇതെല്ലാം തന്നെ കാണിച്ചു കൊടുത്തു. അവന്റെ സ്വന്തം പറയുന്നതാണ് അവന്റെ സ്വന്തം കർത്താവേ നീ സാഗരവുമാകുന്നു. അവന്റെ സ്തോത്രം. പലതും നമുക്ക് വിശ്വാസത്തിന് അപ്പുറമായിട്ടുള്ള പ്രവൃത്തികളാണ്. അവന്റെ സ്തോത്രം. ചിന്തിച്ചു കിടക്കുന്ന അസ്ഥികൾ അവൻ സ്വന്തം ജീവിക്കുമോ എന്ന് നമ്മോട് ചോദിച്ചാൽ നമുക്കത് ഉത്തരം പറയുവാൻ സാധ്യമല്ല. എന്നാൽ അവൻ തന്നോട് പറയുന്നവർ നീ ആ ഉണങ്ങിയ അസ്ഥികളെ നോക്കി പ്രവചിക്കണം. വിശ്വാസമുണ്ടോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. നാം എന്തിനു സംശയിക്കണം? നമ്മുടെ കർത്താവിന്റെ അനുഭവം ആയിട്ടുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടത്തിൽ സംശയം കൊള്ളുന്നത് അദ്ദേഹം ഉണ്ടെങ്കിൽ അവരുടെ ഉണ്ടെങ്കിൽ അതിന് കൺസെപ്റ്റില്ല. എന്റെ ആത്മനാഥൻ അത് വന്നിരിക്കും. ആമേൻ സ്തോത്രം. അവിടെ ആമേൻ സ്തോത്രം. പ്രവാചകൻ നോക്കി അതിനെ പ്രവചിക്കുമ്പോൾ അസ്ഥിയോട് ചേർന്നു. ആമേൻ സ്തോത്രം. വാക്യം എടുത്താണ് ആമേൻ യെഹെസ്കേൽ പ്രവചനത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ ആമേൻ എടുത്തവർ വായിച്ചാണ്. ആ ആ ആ
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. 37-ാം അധ്യായത്തിലാണ് കേട്ടോ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു. നാടുകളിൽ നിർത്തി. ആമേൻ സ്തോത്രം. അത് അസ്ഥികൾ കൊണ്ട് ഏറ്റവും നിറഞ്ഞിരുന്നു. തന്നോട് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ സ്തോത്രം. അവന്റെ സമയത്തിന് നീ ഒരുങ്ങുന്നു എങ്കിൽ, ഒരുക്കപ്പെടുന്നുവെങ്കിൽ, അവൻ ഉണങ്ങിയതാണെങ്കിലും ജീവൻ വരും. ആമേൻ സ്തോത്രം. ആമേൻ. നമ്മുടെ ആരുമനാഥൻ ആമേൻ പറഞ്ഞിട്ട് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ, നീ അവിടെ ആമേൻ സ്തോത്രം പറയുന്നത് പോലെ നീ പ്രവർത്തിക്കുന്നത് പോലെ സമ്മതിക്കുന്നതല്ല. ഞരമ്പില്ല, ത്വക്കില്ല, സംഭവിക്കുമോ? ആമേൻ സ്തോത്രം. ആമേൻ. ജീവശ്വാസം ഇല്ല. ആമേൻ സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. യേശു പറയുന്നു, ആമേൻ സ്തോത്രം, നീ പ്രവചിക്കും. നമ്മുടെ ബുദ്ധിക്ക് എത്താത്തവണ്ണം ഉള്ള വിഷയങ്ങളാണ്. ആമേൻ സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. നീ അതിനായിട്ട് കാത്തിരിക്കണം. സമയം തെറ്റുകയില്ല, അത് വരും നിശ്ചയമായിട്ടും. ഹല്ലേലൂയ സ്തോത്രം. പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ വാക്ക് മാറത്തില്ല. നിനക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിശ്ചയമായിട്ടും ചെയ്യാം. അവൻ ജീവൻ വരുത്തി, അവൻ ജ്ഞാനം വരുത്തി, അവൻ കേൾപ്പ് വരുത്തി, അവൻ ജീവൻ ചേർക്കുന്നത് വലിയൊരു സൈന്യമായി ശക്തനാണ്. ഇവിടെ അവൻ വലിയൊരു സൈന്യമായിട്ട് എഴുന്നേറ്റു നിന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം, ഹല്ലേലൂയ സ്തോത്രം. ഇതിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണ്? അത് നിശ്ചയമായിട്ടും നിവർത്തിക്കുവാൻ ശക്തി. പക്ഷേ കാലതാമസം വരുമ്പോൾ ക്ഷീണിച്ചു പോകും. നമ്മൾ ഭാരപ്പെട്ടിരിക്കരുത്. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ സ്തോത്രം. ആമേൻ. നിന്റെ ഉള്ളത്തിൽ ക്ഷീണം വരും എന്ന് കണ്ട്, ആമേൻ സ്തോത്രം. ആമേൻ ആമേൻ. ദൈവവചനത്തിൽ ഒരു വാക്യമുണ്ട്, ആമേൻ കാലാളുകൾ ഓടിയിട്ട് തളർന്നും ക്ഷീണിച്ചും പോയാൽ അങ്ങനെ മത്സരിച്ചോടും. ആമേൻ സ്തോത്രം. അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോഴാണ് വാഗ്ദത്തം കേട്ടത്. 75 വയസ്സുള്ളപ്പോൾ പറയുന്നു, നിങ്ങളുടെ പിതൃഭവനത്തെ ചാർച്ചക്കാരെയും വിട്ടിറങ്ങണം. പക്ഷെ വാഗ്ദത്തം എത്ര വർഷം കഴിഞ്ഞിട്ടാ ലഭിച്ചത്? എത്ര വർഷം? ആമേൻ സ്തോത്രം. 25 വർഷം കഴിഞ്ഞിട്ടാ ലഭിച്ചത്. ആമേൻ സ്തോത്രം. ഈ അബ്രഹാമിനെയൊക്കെ എടുത്തോ ആമേൻ സ്തോത്രം. ആമേൻ ബഹുജാതികളുടെ പിതാവെന്ന് പറയുവാൻ കാരണം ആമേൻ അവൻ ആ നാൾ വരെ ആശയോടെ വിശ്വസിച്ചു. അതാണ് അവന് കണക്കിട്ടതെന്ന് തിരുവചനം പറയുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഈ അബ്രഹാമിനെ എടുത്ത് പ്രസംഗിക്കുമ്പോൾ അവൻ വാക്യം കഴിഞ്ഞ് പോകാൻ ഇരിക്കത്തില്ല. കാരണം പറയുന്നത് അവനെ വിശ്വസിക്കുവാൻ കഴിയാതെ അവൻ ആ വിഷയത്തിന് നടന്ന് അവരുടെ രീതിയായിരുന്നു നടന്നിട്ട്. ആമേൻ സ്തോത്രം. അതുകൊണ്ടാണ് അബ്രഹാമിനെ അവിടെ എടുത്തു കാണിക്കുന്നത്. സംഭവിക്കുവാനേ ആവശ്യമില്ല. 75 വർഷം മുമ്പ് ആമേൻ 75 വയസ്സിൽ ആമേൻ താൻ ആമേൻ സ്തോത്രം ആമേൻ വാഗ്ദത്തം കേട്ടവൻ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. താൻ ചോദിച്ച് ആമേൻ ദൈവസന്നിധിയിൽ പുറകെ നടക്കുന്നവനല്ല. ആമേൻ സ്തോത്രം. അവിടെ പിന്നെ വീണ്ടും ആമേൻ സ്തോത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആമേൻ 12-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ആമേൻ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നിർത്താട്ടെ. ആ ആ ആ ആ അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ആ ആ ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സ്. ആമേൻ സ്തോത്രം. 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ അബ്രഹാമിന് 99 വയസ്സുണ്ട്. സ്തോത്രം.
ആമേൻ, ആമേൻ, ആമേൻ. അന്ന് കേട്ട ആ ദൂത്, ആ വചനം തന്റെ ഉള്ളത്തിലിരിക്കുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കി മാറ്റും. സ്തോത്രം. ഇതിന് മാറ്റം വരുമെന്ന് താൻ അവിശ്വസിക്കുന്നില്ല. സ്തോത്രം. തന്റെ ഉള്ളം അതിനായിട്ട് ജാഗരിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. മമ്രയുടെ നോക്കിയിരിക്കുമ്പോൾ 3 പുരുഷന്മാർ നിൽക്കുന്നവരെ വിളിച്ച് ഭവനത്തിൽ കൊണ്ടുവന്ന് സത്കരിച്ചിട്ട് അബ്രഹാം ശുശ്രൂഷിച്ച് നിൽക്കുമ്പോൾ തന്നോട് പറയുന്നതാണ്, അടുത്ത വർഷം ഞാൻ വരുമ്പോൾ നിനക്കൊരു മകൻ ഉണ്ടാകും. ആ ഒരു വിഷയത്തിന് നടുവിൽ എത്ര വർഷം കാത്തിരുന്നു? 25 വർഷം. നമ്മൾക്ക് വളരെ ധൃതിയാണ്, അല്ലെ? സ്തോത്രം. ഈ അബ്രഹാമിനെ ഒന്ന് എടുത്തൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ കേട്ട നാൾ മുതൽ ഈ സമയം വരെ താൻ ആശയോട് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞവൻ വിശ്വസ്തൻ, എനിക്കത് നൽകിത്തരും. അതിന്റെ സമയമായിരുന്നു. അബ്രഹാമിന് കൊടുക്കുന്ന ആ സമയമായിരുന്നു അത്. ഹല്ലേലൂയ. സ്വന്തം ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് ഇറങ്ങി തിരിഞ്ഞ അബ്രഹാം പറയുന്നത് സ്വന്തം തീർക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ഇസ്മായിലാണോ എന്റെ സ്തോത്രം മുന്നോട്ടുള്ളവൻ, അല്ലെങ്കിൽ എന്റെ തലമുറ എന്ന് താൻ ചോദിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വചനം ഇടപെടുന്നത്, നിന്റെ സന്തതിയിൽ നിന്ന് ഞാൻ ഉത്ഭവിപ്പിക്കും, നിന്റെ സന്തതിയെ ഞാൻ വലുതാക്കും. സ്വന്തം ദൈവജനമേ, പറഞ്ഞിരിക്കുന്ന അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്നവൻ അവൻ വാക്ക് മാറത്തില്ല. 18-ാം അധ്യായത്തിന്റെ സ്തോത്രം അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സ്തോത്രം. അവിടെ വന്നവർക്ക് സൽക്കാരം കൊടുത്തു, അവരുടെ മുമ്പാകെ താൻ ശുശ്രൂഷിച്ചു നിന്നു. സ്വത്രം. വന്നവർ പറയുന്നത് സ്വത്രം, അടുത്ത ആണ്ടിൽ ഞാൻ വരും, നിനക്കൊരു സന്തതി ഉണ്ടാകും. 25 വർഷത്തിന് ശേഷം ചില വിഷയങ്ങൾക്ക് ഡേറ്റ് നീ ചിന്തിക്കുന്നതിൽ അപ്പുറം പോയെന്ന് വിചാരിച്ച് നീ ക്ഷീണിക്കരുത്. സ്വത്രം. 25 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ മധ്യത്തിൽ ആശയോടെ വിശ്വസിക്കുന്ന അബ്രഹാമിനെ നീ നിന്റെ ചിക്കയിൽ കൊണ്ടുവരണം. പറഞ്ഞിരിക്കുന്ന അതിന്റെ സമയത്തിന് തടുത്തു വരികയാണ്. അതിന്റെ സമയത്ത് കാത്തിരിക്കട്ടെ. അത് നിശ്ചയമായി നിനക്ക് നൽകുന്ന യേശു എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്യാതിരുന്നിട്ടില്ല. യേശു എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ ചെയ്യാതെ പോകുന്ന ദൈവമല്ല. സ്തോത്രം. അവന്റെ അധരത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഒന്നും ഇല്ല എന്നും. ഇല്ല എന്ന് പറഞ്ഞാൽ അത് ലഭിക്കത്തില്ല. സ്തോത്രം. ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്കത് അവന്റെ സമയത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കട്ടെ. ആ ദൈവം നിശ്ചയമായിട്ട് പക്ഷെ പറയുന്നത് പോലെ നാം ചെയ്യും. പറയുന്നത് പോലെ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. യോന പ്രവാചകന് നിനവേലേക്ക് അയച്ചു, പക്ഷെ താൻ എന്ത് ചെയ്തില്ല. അതാണ് പ്രത്യേകത. യോന പ്രവാചകനെ നിലവേ പട്ടണത്തിലേക്ക് അയച്ചിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, അതിനെ പ്രസംഗിക്കണം. പക്ഷെ തന്നെ 2ാമത്തെ പ്രാവശ്യമാണ് അയച്ചപ്പോൾ താൻ ചെന്ന് ഈ ആദ്യത്തെ പ്രാവശ്യം കണ്ടുപോയി ഇട്ട് കറക്കിക്കളയുന്നു. തന്നെ ഷിപ്പിന്റെ അടിത്തട്ടിലല്ല, നേരെ അടലിലോട്ടായിട്ടത്. സ്തോത്രം. അതുപോലുള്ള അനുഭവത്തിൽ നമ്മളിട്ട് കറക്കും. സ്തോത്രം. കാരണം പറഞ്ഞ വഴിയിൽ നീ വരത്തക്കവണ്ണം നിന്നെ പ്രതികൂലങ്ങളിട്ട് കറക്കിക്കൊണ്ട് ആ സ്ഥലത്ത് കൊണ്ടുവരും.
ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതികളെ അറിഞ്ഞ് നീ പ്രവർത്തിച്ചു കൊള്ളാം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ പ്രവാചകനോട് പറയുന്നത് നീ ഇന്നലെ പട്ടണത്തിലേക്ക് പോയി അതിന് നിയോഗമായിട്ട് പ്രസംഗിക്കണം. ആമേൻ സ്തോത്രം. ഇനി അടുത്ത ആ നാളുകളിൽ അതിനെ ഞാൻ ഉന്മൂലനാശം വരുത്തുവാൻ പോകും. ആ ദൈവത്തിന്റെ സമയ